ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഓപ്ഷൻ പ്രൈസിങ് മോഡൽസ്. നമ്മളുടെ മെയിൻ കോർ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, ഓപ്ഷൻ പ്രൈസിങ് മോഡൽസ്. എങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ പ്രൈസിങ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ പ്രൈസിങ് മോഡൽ ബേസിക്കലി കുറേ മോഡൽസ് ഉണ്ട്, പലതരത്തിലുള്ള മോഡൽസ് ഉണ്ട്. പക്ഷേ നമ്മളുടെ സിലബസിൽ നമുക്ക് പഠിക്കാവുന്നത് മെയിൻ ആയിട്ടുള്ള രണ്ട് മോഡൽസാണ്, ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ് മോഡലും ബ്ലാക്ക് ആൻഡ് സ്കോൾസ് ഓപ്ഷൻ പ്രൈസിങ് മോഡലും. ആ ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ് മോഡലിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡ് ഉണ്ട്, റിസ്ക് ന്യൂട്രൽ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ മൊത്തം നമുക്ക് 3 മെത്തേഡുകളെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡ്, റിസ്ക് ന്യൂട്രൽ മെത്തേഡ്, ബ്ലാക്ക് ആൻഡ് സ്കോൾസ് ഓപ്ഷൻ പ്രൈസിങ് മോഡൽ. ഈ മെത്തേഡുകളിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒരു ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ പ്രീമിയം കാൽക്കുലേഷൻ നടത്തുന്നത്? ആദ്യത്തെ ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ് മോഡൽ. ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ ഡിറൈവ് ചെയ്തത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് ജോൺ കോക്സ്, സ്റ്റീഫൻ റോസ് ആൻഡ് മാർക്ക് റോബിൻസ്റ്റീൻ എന്ന് പറയുന്ന 3 ആൾക്കാരാണ്. ഇതിനെ CRR ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ എന്നാണ് പറയുന്നത്. ദിസ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ യൂസിങ് ദ പ്രോബബിലിറ്റീസ് ഓഫ് സ്റ്റോക്ക് മൂവിങ് അപ്പ് ഓർ ഡൗൺ, ദ റിസ്ക് ഫ്രീ റേറ്റ് ആൻഡ് ദ ടൈം ഇൻ്റർവൽ ഓഫ് ഈച്ച് സ്റ്റെപ്പ് ടിൽ എക്സ്പയറി. അതായത് ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിംഗ് മോഡലിൻ്റെ അസംഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ നമ്മൾ ബേസിക്കലി നമ്മൾ എടുക്കുന്ന മെയിൻ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്, ഒന്ന് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ അസംഷൻ പ്രൈസ് കൂടാം, പ്രൈസ് കുറയാം. അപ്പോൾ സ്റ്റോക്ക് പ്രൈസ് മൂവിങ് അപ്പ് ഓർ ഡൗൺ, ഈ രണ്ട് പ്രോബബിലിറ്റി നമ്മൾ ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ കൂടുന്ന സമയത്ത് എന്തായിരിക്കും, കുറയുന്ന സിറ്റുവേഷനിൽ എന്തായിരിക്കും, അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. റിസ്ക് ഫ്രീ റേറ്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു റിസ്ക് ഫ്രീ റേറ്റിലാണ്. ആൻഡ് ദ ടൈം ഇൻ്റർവെൽ, നമ്മൾ എത്രയാണോ ടൈം ഇൻ്റർവെൽ യൂസ് ചെയ്യുന്നത്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേഷൻ നടത്തുന്നത്. Using the probabilities, a tree would be constructed and evaluated to finally find the price of option. നമ്മൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട്, ഈ പ്രോബബിലിറ്റീൻ്റെ ബേസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് ഫ്രണ്ടോട്ടാണ് വരിക. അതായത് നമ്മളുടെ എയിം എന്താ? ഇപ്പോൾ പ്രീമിയം കാൽക്കുലേഷനാണ്. അതായത് പ്രീമിയം എത്രയായിരിക്കും വരിക, അതിൻ്റെ പ്രൈസ് എത്രയായിരിക്കും, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുക? ഇതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് എന്താണ്, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന പ്രൈസ് എന്താണ്, അതിൽ നിന്നും തൊട്ട് ബാക്കോട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ബൈനോമിയൽ ട്രീ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്നു. ഒരു ബൈനോമിയൽ ട്രീ ബിൽഡ് ചെയ്യുന്നു. ബൈനോമിയൽ ട്രീൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ORൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ബൈനോമിയൽ ട്രീൻ്റെ ഫോർമാറ്റിൽ നമ്മളൊരു പ്രോബബിലിറ്റി ബേസ് ചെയ്തുകൊണ്ട് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേഷൻ നടത്തുന്നു. അതിനെയാണ് ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത്. ആ ട്രീയെ പറയുന്ന പേരാണ് ബൈനോമിയൽ ട്രീ. Binomial tree states that during a short interval of time, the stock will have only 2 possible values, an upside move or downside move. 2 മൂവ്മെൻ്റ് ആണ് ഉണ്ടാകുന്നത്. Binomial model is a discrete time model. It is based on binomial probability distribution. നമ്മൾ പലതരത്തിലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ട് QTയിൽ, ബൈനോമിയൽ, പോയ്സോൺ ആൻഡ് നോർമൽ. അതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ ബേസ് ചെയ്യുന്നത്. ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഇൻ വിച്ച് ദർ ആർ 2 ഔട്ട്കംസ്. നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ 2 ഔട്ട്കം ആണുള്ളത്. ഒന്നുകിൽ അപ്പ് മൂവ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡൗൺ മൂവ്മെൻ്റ് ആയിരിക്കും. 2 സ്റ്റേറ്റ് മോഡൽ ആണ് ബൈനോമിയൽ മോഡൽ. അപ്പോൾ ബൈനോമിയൽ മോഡൽ ഈസ് എ 2 സ്റ്റേറ്റ് മോഡൽ. ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് മോഡൽ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. ബൈനോമിയൽ മോഡൽ അല്ലെങ്കിൽ ബൈനോമിയൽ ട്രീ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഒരു പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് 2 വാല്യൂ ഉണ്ടായിരിക്കും, SU ആൻഡ് SD. SU എന്ന് പറയുന്നത് ഒരു അപ്പർ വാല്യൂ ഉണ്ടായിരിക്കും, അതിനുള്ള പ്രോബബിലിറ്റി ഉണ്ടായിരിക്കും. ഒരു ലോവർ വാല്യൂ ഉണ്ടാവാനുള്ളൊരു പ്രോബബിലിറ്റിയും ഉണ്ട്. ഈച്ച് പോയിന്റ് വേർ ദ 2 ലൈൻ മീറ്റ് ഈസ് കോൾഡ് നോഡ്. നമ്മളൊരു ട്രീ വരയ്ക്കുമ്പോൾ ഇതിനെ കണക്ട് ചെയ്തിട്ട് വീണ്ടും അങ്ങനെ കണക്ഷൻ പോവുകയാണ് ചെയ്യുക ബൈനോമിയൽ ട്രീയിൽ. അപ്പോൾ ഓരോ പോയിന്റും എവിടെയാണോ ടച്ച് ചെയ്യുന്നത്, വേർ 2 ലൈൻ മീറ്റ്, 2 ലൈനുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ പ്ലേസിനെയാണ് നോഡ് എന്ന് പറയുന്നത്. നോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പോസിബിൾ ഫ്യൂച്ചർ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്. The probability that the stock price will move from one node to another is known as transition probability. Transition probability എന്ന് പറയുന്നത് it is the probability, അതായത് the chance that the stock price will move from one node to another. ഒരു പ്രൈസിൽ നിന്നും മറ്റൊരു പ്രൈസിലേക്ക്, നമുക്കറിയാം ഒരു സ്റ്റോക്ക് പ്രൈസ് അല്ലെങ്കിൽ ഓപ്ഷൻ്റെ പ്രൈസ് നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ചേഞ്ച് ചെയ്യുന്നത് ചിലപ്പോൾ അപ്വേർഡ് മൂവ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആയിരിക്കാം. പിറ്റത്തെ ദിവസം, അതായത് ഇപ്പോൾ ഒരു 3 മാസം എക്സ്പിറേഷൻ ഡേറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എത്ര
മൂവ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. അതിനെയെല്ലാം നമ്മളൊരു ട്രീയിലൂടെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബൈനോമിയൽ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൂവ്മെൻറ്റിൽ നിന്നും മറ്റൊരു മൂവ്മെൻറ്റിലേക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സ്റ്റോക്ക് പ്രൈസ് വിൽ മൂവ് ഫ്രം വൺ നോഡ് ടു അനദർ ഈസ് നോൺ ആസ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബൈനോമിയൽ മോഡൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് ഡിസ്ക്രീറ്റ് ടൈം മോഡൽ. ലെങ്ത് ഓഫ് ടൈം ഇൻ്റർവെൽ റിമെയിൻ കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ട്രീ. നമുക്കറിയാം അപ്വേർഡ് മൂവ്മെൻറ്റ് ഉള്ളതും ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഉള്ളതും സെയിം ടൈമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ വോളറ്റാലിറ്റി മീൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ട്രീ. ദ പ്രോബബിലിറ്റി ഓഫ് എൻ അപ്പ് മൂവ്മെൻറ്റ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് റിമെയിൻ ദ സെയിം ഇൻ ദ എൻറ്റയർ ട്രീ. ഇറ്റ് ഈസ് റീകോമ്പിനൻറ്റ്. ദെൻ നമുക്ക് വീണ്ടും അത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അതിന് വീണ്ടും അതിനെന്ത് വരുന്നുണ്ട്, വീണ്ടും കണക്ഷൻസ് വരുന്നുണ്ട്. ഓപ്ഷൻ പ്രൈസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ബാക്ക്വേർഡ് കാൽക്കുലേഷൻ പ്രോസസ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ബാക്ക്വേർഡ് ഫ്രം എക്സ്പിരേഷൻ ടു പ്രസൻറ്റ് സിറ്റുവേഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ അസംഷൻസ് പറയുന്നത് ഏതൊരു തിയറി ആണെങ്കിലും നമ്മളതിന് ഒരു അസംഷൻസ് പറയും. ഇതിലുള്ള അസംഷൻ പറയുന്നത് S0ന് 2 വാല്യൂ ഉണ്ട്, അപ്പർ വാല്യൂ ലോവർ വാല്യൂ. പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വാല്യൂ ഓഫ് 1+R ഈസ് ഗ്രേറ്റർ ദാൻ D ആൻഡ് സ്മോളർ ദാൻ U. നമുക്കറിയാം D എന്ന് പറയുന്നത് ലോവർ വാല്യൂ ആണ്, അതിനേക്കാൾ ഗ്രേറ്റർ ദാൻ ഡിനേക്കാളും കൂടുതലായിരിക്കും വാല്യൂ ഓഫ് 1+R. അതായത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലോവർ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും, അപ്പർ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. Then investors are prone to wealth maximization. Price of security changes continuously. Exercise price എന്ന് പറയുന്നത് E ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അസംഷൻ എന്ന് പറയുന്നത്. ദെൻ അതിൽ വരുന്ന ബൈനോമിയൽ മോഡലിൽ സിംഗിൾ പീരീഡ് ബൈനോമിയൽ മോഡലുണ്ട്, 2 പീരീഡ് ബൈനോമിയൽ മോഡലുണ്ട്, മൾട്ടി പീരീഡ് ബൈനോമിയൽ മോഡലുണ്ട്. അതിൽ സിംഗിൾ പീരീഡ് ബൈനോമിയൽ മോഡൽ ഞാൻ പറഞ്ഞു കോൾ ഓപ്ഷൻ്റെ കേസിൽ മാത്രമേ നമ്മൾ ഈ മോഡലുകളൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. പുട്ട് ഓപ്ഷൻ്റെ കേസിൽ പ്രത്യേകിച്ച് മോഡലില്ല. കോൾ ഓപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾക്ക് പുട്ട് ഓപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ പുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ് ആദ്യം മെൻഷൻ ചെയ്തത്. അപ്പോൾ സിംഗിൾ പീരീഡ് ബൈനോമിയൽ മോഡലിൽ 2 തരത്തിൽ നമുക്ക് ബൈനോമിയൽ മോഡൽ കാൽക്കുലേറ്റ് ചെയ്യാം. നേരത്തെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡ്, റിസ്ക് ന്യൂട്രൽ മെത്തേഡ്. ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡും റിസ്ക് ന്യൂട്രൽ മെത്തേഡും വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡ്. ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡിൽ ഒരു അസംഷൻ എന്താണെന്ന് വെച്ചാൽ outcomes for a particular share on which the option contract has been written can result into any 2 values, that is a high value or low value as compared to spot price of the call option. അതായത് ഇവിടെ നമ്മളുടെ അസംഷൻ പറയുന്നത് ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് റൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്ന് ഹൈ വാല്യൂ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലോ വാല്യൂ ഉണ്ടായിരിക്കാം. ഇനി ഇവിടെ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഹെഡ്ജ് റേഷ്യോ ആണ്. ഹെഡ്ജ് റേഷ്യോ നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഹെഡ്ജ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത് നമ്മൾ ഫ്യൂച്ചർ എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് മറിച്ച് നോക്കുക. ഇവിടെ നമ്മൾ ഹെഡ്ജ് റേഷ്യോ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക പോർട്ട്ഫോളിയോയിൽ. അതായത് ഹെഡ്ജ് റേഷ്യോ ക്യാൻ ഹെൽപ്പ് ഇൻ ക്രിയേറ്റിംഗ് എ പോർട്ട്ഫോളിയോ വിത്ത് 0 ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ടു മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് എ കോൾ ഓപ്ഷൻ. ഹെഡ്ജ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ means it is the ratio of the difference between highest and lowest value of the call option and the difference of the maximum and minimum price of the underlying share. അതായത് അത് ഒരു റേഷ്യോ ആണ്. റേഷ്യോ ആകുമ്പോൾ ഒരു നോമിനേറ്റർ ഉണ്ടായിരിക്കും, ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കും. അതിൻ്റെ നോമിനേറ്റർ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഹയസ്റ്റ് വാല്യൂ ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ ഓപ്ഷൻ. കോൾ ഓപ്ഷൻ്റെ ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ ദി മാക്സിമം ആൻഡ് മിനിമം പ്രൈസ് ഓഫ് ദി അണ്ടർലൈങ് അസെറ്റ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഹെഡ്ജ് റേഷ്യോ കിട്ടിയിരിക്കുന്നത് 0.9 ആണെന്ന് വിചാരിക്കാം. 0.9 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഹെഡ്ജ് റേഷ്യോ. അങ്ങനെയാണെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ പൊസിഷൻ വിൽ ബി ന്യൂട്രൽ ഓർ ഇൻഡിഫറൻറ്റ്. എങ്ങനെയാണെങ്കിൽ hedge ratio 0.9 means an investor should buy 0.9 shares and sell 1 call option. ഒരു കോൾ ഓപ്ഷൻ വിൽക്കുമ്പോൾ അയാൾ 0.9 കോൾ ഓപ്ഷൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ
അതായത് ഒരു ഓപ്ഷൻ ബയർ 0.9 ഷെയർസ് വാങ്ങിക്കുകയും ചെയ്യുന്നു, അയാൾ തന്നെ ഒരു ഓപ്ഷൻ സെല്ലർ ആവുകയാണ്, ഒരു ഓപ്ഷൻ അയാൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ന്യൂട്രലാണ്, അതായത് നോ പ്രോഫിറ്റ് നോ ലോസ്. അപ്പോൾ അതാണ് 0.9 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇതിന് പകരം 1.1 ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഷെയർ വിൽക്കുമ്പോൾ അയാൾ 1.1 ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ അയാളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ന്യൂട്രലാണ്. അപ്പോൾ ആ ഹെഡ്ജ് റേഷ്യോ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാം. അപ്പോൾ ആ ഹെഡ്ജ് റേഷ്യോ നമ്മൾ ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡിൽ നമ്മളൊരു 5 സ്റ്റെപ്സ് ആണുള്ളത്, 5 or 4 സ്റ്റെപ്സ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ. ഹയസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ കണ്ടുപിടിക്കുക. ഹയസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ എന്ന് പറയുന്നത് CU is equal to SU minus E. ദാറ്റ് ഈസ് കോൾ ഓപ്ഷൻ്റെ കേസിൽ നമുക്കറിയാം ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് മൈനസ് എക്സസൈസ് പ്രൈസ് ആണ്. സോ SU മൈനസ് E ആണ് ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ദെൻ എസ്റ്റിമേറ്റ് ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ. ലോവസ്റ്റ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ലോവസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ എന്ന് പറയുന്നത് SD മൈനസ് E അല്ലെങ്കിൽ 0, ഇതിലേതാണോ മാക്സിമം വാല്യൂ വരുന്നത് അതായിരിക്കും. ദെൻ സ്റ്റെപ്പ് 3, മൂന്നാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ഹെഡ്ജ് റേഷ്യോ. ഹെഡ്ജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു CU മൈനസ് CD, അതായത് ഹയസ്റ്റ് വാല്യൂം ലോവസ്റ്റ് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ SU മൈനസ് SD. നാലാമത്തെ സ്റ്റെപ്പ് എസ്റ്റിമേറ്റ് ദ ഫണ്ട് ടു ബി ബോറോഡ്. എത്രയാണ് ഫണ്ട് നമ്മൾ ബോറോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, നമ്മളൊരു കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഫണ്ടാണ് ബോറോ ചെയ്യേണ്ടത്? അതായത് ബോറോ ചെയ്യുമ്പോൾ ഇവിടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫണ്ട് ബോറോ ചെയ്യാണ്, ആ ഫണ്ട് ബോറോ ചെയ്യുന്നതിന് റിസ്ക് ഫ്രീ റേറ്റ് ആണ് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ എത്രയാണ് ബോറോ ചെയ്യേണ്ടതിന് ഇക്വേഷനാണ് B is equal to DCU minus UCD ഡിവൈഡഡ് ബൈ U minus D into 1 plus R. ഓരോന്ന് എന്താണെന്ന് പറയാം. CU എന്ന് പറയുന്നത് നമുക്കറിയാം ഹയസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ, CD എന്ന് പറയുന്നത് ലോവസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ, D എന്ന് പറയുന്നത് ലോവസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ് അപ് ടു വിച്ച് ദ സ്പോട്ട് പ്രൈസ് ഓഫ് ദ എക്സ്പിറേഷൻ ഡേറ്റ് മൈറ്റ് ഡിക്ലൈൻ. അതായത് ലോവസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ്. എത്രയാണോ ലോവസ്റ്റ് മൾട്ടിപ്പിൾ, കറൻറ്റ് സ്പോട്ട് പ്രൈസ് എത്രത്തോളം താഴോട്ട് വരാൻ പറ്റുമോ അതിൻ്റെ ലോവസ്റ്റ് മൾട്ടിപ്പിൾ എത്രയാണ്, അതാണ് D എന്ന് പറയുന്നത്. U എന്ന് പറയുന്നത് ഹയസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ദെൻ R ഈസ് ഇക്വൽ ടു റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ഫോർ ദ ഇഫക്റ്റീവ് ഡ്യൂറേഷൻ ഓഫ് ദി കോൾ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഹയസ്റ്റ് വാല്യൂ കണ്ടുപിടിച്ചു, ലോവസ്റ്റ് വാല്യൂ കണ്ടുപിടിച്ചു, ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഹെഡ്ജ് റേഷ്യോ കണ്ടുപിടിച്ചു, ദെൻ എസ്റ്റിമേറ്റഡ് ഫണ്ട് ടു ബി ബോറോഡും കണ്ടുപിടിച്ചു. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ പ്രൈസ് ഓഫ് ദി കോൾ ബൈ യൂസിങ് T. ഇക്വേഷൻ എന്ന് പറയുന്നത് H ഇൻറ്റു S മൈനസ് E മൈനസ് B. H ഇൻറ്റു എസ് ഹെഡ്ജ് എന്ന് പറയുന്നത് ഹെഡ്ജ് റേഷ്യോ ഇൻറ്റു എസ് എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് അറ്റ് പ്രസൻറ്റ് മൈനസ് ബോറോഡ് ഫണ്ട്. എത്രയാണോ നമ്മൾ ഹെഡ്ജ് റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് അത് മൈനസ് ബോറോഡ് ഫണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ കോൾ ഓപ്ഷൻ നമുക്ക് കിട്ടും. ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം. അതായത് ഈ എക്സാമ്പിളിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ഓഫ് A എന്ന് പറയുന്നത് 100 രൂപയാണ്. അതായത് കറൻറ്റ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്. ഓപ്ഷൻ വിത്ത് ആൻ എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് 115 ആണ്. അതായത് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്, അതേസമയം എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് 115 രൂപയാണ്. ഫോർ എ കോൾ ഓപ്ഷൻ വിത്ത് 12 months to expiration, it is estimated that the spot price of these shares at the end of 3 months ഫ്രം നൗ, 3 മാസം കഴിഞ്ഞാൽ മൈറ്റ് ഇൻക്രീസ് ബൈ 60% ഓഫ് ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ്. 60% ഇൻക്രീസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓർ ഇറ്റ് മൈറ്റ് ഡിക്ലൈൻ ബൈ 20% ഓഫ് ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ്. 20% ഡിക്ലൈൻ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഇഫ് ദ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 10% ആണെങ്കിൽ എത്രയായിരിക്കും വാല്യൂ ഓഫ് ദി കോൾ ഓപ്ഷൻ? അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിലൂടെ നമ്മൾ എന്തൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, വി നീഡ് ടു കാൽക്കുലേറ്റ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ ആൻഡ് ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ. ഹയസ്റ്റ് വാല്യൂ ഓഫ് ദ കോൾ എന്ന് പറയുന്നത്
യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് യു മൈനസ് ഇ. എസ് യു മൈനസ് ഇ എന്ന് പറയുമ്പോൾ 160 എസ് യു എന്ന് പറയുന്നത്. 160 മൈനസ് 115, ദാറ്റ് ഈസ് 45 രൂപയാണ് സി യു എന്ന് പറയുന്നത്. ഇനി സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സി ഡി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവിടെ എക്സസൈസ് ചെയ്യില്ല. കാരണം എന്താണ്? ലോവസ്റ്റ് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എക്സസൈസ് ചെയ്യില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ 0 ആയിരിക്കും വാല്യൂ എന്ന് പറയുന്നത്. സോ സി യു കിട്ടി, നമുക്ക് സി ഡി കിട്ടി. ഇനി എസ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എസ് യു നമുക്കറിയാം, എസ് യു 160. ദെൻ 160 എന്ന് പറയുന്നത് എന്താ കാരണം? എങ്ങനെയാണ് 160 കിട്ടുന്നത്? 100 പ്ലസ് 60% ഇൻക്രീസ്, 60% ഇൻക്രീസ് ഉണ്ടായതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. എസ് ഡി എന്ന് പറയുന്നത് 100 മൈനസ് 20%, അതായത് 100-ൽ നിന്ന് 20% കുറച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര കിട്ടും? 80. അപ്പോൾ 80 രൂപയാണ് എസ് ഡി. എസ് യു എന്ന് പറയുന്നത് 160. ഓക്കെ, അപ്പോൾ നമുക്ക് എസ് യു കിട്ടി, എസ് ഡി കിട്ടി, സി യു കിട്ടി, സി യു കിട്ടി ആൻഡ് സി ഡി കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെഡ്ജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഹെഡ്ജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക? ഹെഡ്ജ് റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? അതിൻ്റെ ഇക്വേഷൻ എന്താണ്? സി യു ഇക്വേഷൻ എന്ന് പറയുന്നത് സി യു മൈനസ് സി ഡി ഡിവൈഡഡ് ബൈ എസ് യു മൈനസ് എസ് ഡി. അതായത് ഇവിടെ സി യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 45 മൈനസ് 0 ഡിവൈഡഡ് ബൈ 160 മൈനസ് 80. ദാറ്റ് ഈസ്, ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.56. അതായത് ഇതാണ് നമ്മളുടെ ഹെഡ്ജ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തേർഡ് സ്റ്റെപ്പ് കവർ ചെയ്തു. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ബോറോഡ് ഫണ്ട് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാണ്. ബോറോഡ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഡി സി യു മൈനസ് യു സി ഡി. അപ്പോൾ അവിടെ എന്താണ് ഡി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഡി എന്താണ്, യു എന്താണ്? ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ് അപ് ടു വിച്ച് ദ സ്പോട്ട് പ്രൈസ് ഓൺ ദ എക്സ്പിറേഷൻ മൈറ്റ് ഡിക്ലൈൻ ചെയ്യാനുള്ള സാധ്യത, അതിനെയാണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഡി എന്ന് പറയുന്നത് 80/100. അതായത് 100 മാർക്കറ്റ് പ്രൈസ് ആകുമ്പോൾ അതിൽ കുറയാനുള്ള സാധ്യത 80, ദാറ്റ് ഈസ് 0.8. ഇനി യു എന്ന് പറയുന്നത് 160/100, അതായത് 1.6. ഓക്കെ, അപ്പോൾ 1.6. അപ്പോൾ നമുക്ക് ഹെഡ്ജ് റേഷ്യോ കിട്ടി, ബി കിട്ടി. നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ബി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡി സി യു എന്ന് പറയുമ്പോൾ 0.8 ഇൻറ്റു 45 മൈനസ് 1.6 ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ 1.6 മൈനസ് 0.8 ഇൻറ്റു 1.10. ഇത് നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള കാര്യങ്ങളെല്ലാം, ഇതിൽ യു ആണ് 0.8, 1.6 എന്ന് പറയുന്നതാണ് ഡി ആണ് 0.8, യു എന്ന് പറയുന്നത് 1.6 ആണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെ ബീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 40.91 ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ സി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഈസ് ഈക്വൽ ടു, സി ആണ് ആക്ച്വൽ വാല്യൂ, ദാറ്റ് ഈസ് എച്ച് ഇൻറ്റു എസ് മൈനസ് ബി. ഇനി എന്താണ് ഹെഡ്ജ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹെഡ്ജ് റേഷ്യോ നമുക്ക് കിട്ടി 0.56 ഇൻറ്റു എസ് എന്ന് പറയുന്നത് 100 ആണ്, മൈനസ് ബി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 40.91. ദാറ്റ് ഈസ്, ഇത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 15.34 ആണ്. അതായത് ഇതാണ് പ്രീമിയം ഓഫ് ദി കോൾ ഓപ്ഷൻ. ഈ 15.34 എന്ന് പറയുന്നതാണ് പ്രീമിയം ഓഫ് ദി കോൾ ഓപ്ഷൻ. ഈ പ്രീമിയം വാല്യൂ നമ്മൾ ആക്ച്വലി എത്രയാണോ മാർക്കറ്റിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് അതിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ കോൾ ഓപ്ഷനാണോ വാങ്ങിക്കേണ്ടത്, പുട്ട് ഓപ്ഷനാണോ വാങ്ങിക്കേണ്ടത് എന്നുള്ള ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഇതാണ് ഓപ്ഷൻ. പിന്നെ ഇക്വാലൻറ്റ് മെത്തേഡിൽ നമ്മൾ കോൾ ഓപ്ഷൻ പ്രൈസ് വാല്യൂ അല്ലെങ്കിൽ ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്.
ഓക്കെ. ദ നെക്സ്റ്റ് റിസ്ക് ന്യൂട്രൽ മെത്തേഡ്. റിസ്ക് ന്യൂട്രൽ മെത്തേഡിൽ നമ്മൾ ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡിൽ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഹെഡ്ജ് റേഷ്യോ ആണെങ്കിൽ, റിസ്ക് ന്യൂട്രൽ മെത്തേഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് as per the risk neutral method, the risk free rate of interest is a weighted average of rate of return at higher and lower probable price, where the weight used represents the probabilities of rise and fall in prices. ഇവിടെ weighted average ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. റിസ്ക് ന്യൂട്രൽ മെത്തേഡിൽ നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യം എസ്റ്റിമേറ്റ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ, രണ്ടാമത് എസ്റ്റിമേറ്റ് ലോവസ്റ്റ് വാല്യൂ ഓഫ് ദ കോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം രണ്ട് സ്റ്റെപ്പാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഇൻക്രീസ് ഇൻ ദ സ്പോട്ട് പ്രൈസ് ഓഫ് ദി അണ്ടർലൈങ് ഷെയർസ് ഓൺ ദ എക്സ്പിരേഷൻ ഡേറ്റ്. ഇൻക്രീസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ആ ഇൻക്രീസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻക്രീസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കാണാൻ പി ആണ്, ഡിക്രീസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1 - പി ആണ്. നമുക്ക് പ്രോബബിലിറ്റിയിൽ അറിയാലോ, ഒന്നിൻ്റെ പ്രോബബിലിറ്റി പി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രോബബിലിറ്റി 1 - പി ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് വാല്യൂസും നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദ ഇൻവെസ്റ്റർ ഓൺ ദ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. എത്രയാണോ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ വരുന്നത്, ആ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? പ്രോബബിലിറ്റി വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇക്വേഷൻ എന്ന് പറയുന്നത് ER എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അത് നമുക്കറിയാം, നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായിരിക്കും. എക്സ്പെക്റ്റഡ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? ഇസിക്കൽ ടു P ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, പ്ലസ് 1 - P ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 1 - Pയും കണ്ടുപിടിക്കാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ദ കോൾ ഓപ്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോബബിലിറ്റി. നമ്മൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള പ്രോബബിലിറ്റി വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്നു. എന്താണ് ഈ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്? എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് CU നമ്മൾ കണ്ടുപിടിച്ചു, കോൾ ഓപ്ഷൻ വാല്യൂ ഇൻറ്റു P പ്ലസ് CD എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ ഇൻറ്റു 1 - P. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ കിട്ടും. ഈ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂവിനെ ഡിവൈഡഡ് ബൈ 1 + R⁻n ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി കോൾ കിട്ടുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളതാണ് റിസ്ക് ന്യൂട്രൽ മെത്തേഡ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേണിനാണ്. അതായത് എത്രയാണോ റേറ്റ് ഓഫ് റിട്ടേൺ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോബബിലിറ്റി വാല്യൂ അസ്യൂം ചെയ്യുന്നു. ആ പ്രോബബിലിറ്റി വാല്യൂവിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി കോൾ കണ്ടുപിടിക്കുന്നു. നേരത്തെ പറഞ്ഞ അതേ സെയിം എക്സാമ്പിളിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാം? ഇതേ പ്രോബ്ലം തന്നെ ഇത് റിസ്ക് ന്യൂട്രൽ മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ആദ്യം നമ്മൾ മറ്റതിൽ പറഞ്ഞതുപോലെ CU ആൻഡ് CD വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ CU CD നമുക്കറിയാം. എത്രയാണ് CD വരുന്നത്? CD = 0, CU = 45. ഇനി SU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം SU എത്രയാണ്? 160 ആണ്. SD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 ആണ് വരുന്നത്. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പായി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതായത് എക്സ്പെക്റ്റഡ് റിട്ടേണിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോബബിലിറ്റി വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എക്സ്പെക്റ്റഡ് റിട്ടേൺ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ER, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? P ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് പ്ലസ് 1 - P ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ്. ഇത് ഇൻക്രീസ് ആണ്, ഇത് ഡിക്രീസ് ആണ്. അപ്പോൾ ഈ എക്സാമ്പിളിൽ എത്രയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്? എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 10% ആണ്. 10% എന്ന് പറയുമ്പോൾ 0.10 = പ്രോബബിലിറ്റി വാല്യൂ നമുക്ക് എത്രയാണെന്നുള്ള അറിയില്ല, ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എത്രയാണ്? 0.60, 60% ഇൻക്രീസ് ആണ്, പ്ലസ് 1 - P ഇൻറ്റു എത്രയാണ് പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് എന്ന് പറയുന്നത്? -0.20. ഓക്കെ. അപ്പം നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? 0.10 = 0.60 P minus 0.20 plus 0.20 P.
ഓക്കെ, ദെൻ ഇത് വീണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 0.10 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ 0.20 ഈസ് ഈക്വൽ ടു 0.80 പി. അതായത് ദെർഫോർ പി എന്ന് പറയുന്നത് പി ഈസ് ഈക്വൽ ടു 0.30 divided by 0.80, that is 0.375 ആണ് പി എന്ന് പറയുന്നത്. അപ്പോൾ 1 മൈനസ് പി എത്രയായിരിക്കും വരിക? 1 മൈനസ് പി എന്ന് പറയുന്നത് 1 മൈനസ് 0.375, ദാറ്റ് ഈസ് എത്രയാണ് വരുന്നത്? 0.625. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? പി എക്സ്പെക്റ്റഡ് റിട്ടേൺ വെച്ചിട്ട് നമ്മൾ പ്രോബബിലിറ്റി വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഫ്യൂച്ചർ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് സി യു ഇൻറ്റു പി പ്ലസ് സി ഡി ഇൻറ്റു 1 മൈനസ് പി. അതായത് സി യു ഇൻറ്റു പി പ്ലസ് സി ഡി ഇൻറ്റു 1 മൈനസ് പി. അതായത് 45 ഇൻറ്റു 0.375 പ്ലസ് 0 ഇൻറ്റു 0.625. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഇനി നമ്മൾ ഈ വാല്യൂ, അതായത് ഫ്യൂച്ചർ വാല്യൂ, ഇവിടെ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ റൈസ് ടു എൻ ചെയ്യുമ്പോൾ 1 പ്ലസ് ആർ റൈസ് ടു എൻ എന്ന് പറയുമ്പോൾ 1.1 റൈസ് ടു 1 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 15.34. ഇവിടെ നമുക്കറിയാം ഇതേ വാല്യൂ തന്നെയാണ് നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ മറ്റേ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തപ്പോഴും കിട്ടിയിട്ടുള്ളത്. സോ ഈ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ടിലും നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഒന്നിൽ ഹെഡ്ജ് റേഷ്യോ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, മറ്റേതിൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എക്സ്പെക്റ്റഡ് റിട്ടേണിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിംഗ് മോഡലിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ്, പ്രൈസ് ഓഫ് എ പുട്ട് ഓപ്ഷൻ. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ കോൾ ഓപ്ഷൻ്റെ പ്രൈസ്. അതായത് നമ്മൾ ഫസ്റ്റ് പുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പിൽ പറഞ്ഞിരുന്നൊരു ഇക്വേഷൻ ഉണ്ട്, സി പ്ലസ് പി വി ഇ ഈസ് ഇക്വൽ ടു പി പ്ലസ് എസ്. ദാറ്റ് ഈസ് നമ്മൾ ഒരിക്കൽ കോൾ ഓപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഈ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പി ഈസ് ഇക്വൽ ടു സി മൈനസ് എസ് പ്ലസ് പി വി ഇൻറ്റു ഇ. ഈ വാല്യൂസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൽ നിന്നും പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് 2 പീരീഡ് ബൈനോമിയൽ മോഡൽ. നമ്മളിപ്പോൾ സിംഗിൾ പീരീഡ് ബൈനോമിയൽ മോഡലാണ് പറഞ്ഞത്. ഇനി അടുത്ത് 2 പീരീഡ് ബൈനോമിയൽ മോഡൽ എന്ന് പറയുമ്പോൾ ഇത് ടെക്സ്റ്റിലുള്ള പോർഷൻ തന്നെയാണ്. ഞാനത് ടൈപ്പ് ചെയ്യാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഇത് ഫോട്ടോ ഇട്ടിട്ടുള്ളത്. 2 പീരീഡ് ബൈനോമിയൽ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ട്രീയിൽ ഒന്നും കൂടെ ശിഖരങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് 2 പീരീഡ് ബൈനോമിയൽ മോഡൽ എന്ന് പറയുന്നത്. അതായത് ദ 1 സ്റ്റെപ്പ് ബൈനോമിയൽ ട്രീ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു എ 2-step binomial tree. Thus the number of periods will be 3. 3 പീരീഡ് ഉണ്ടായിരിക്കും. 0, 1, 2 3 പീരീഡ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. Therefore the number of outcomes will increase. Suppose the price of stock is 100 and in 2 periods it may go up by 20%, go down by 20% in each period. 2 പീരീഡിൽ നമ്മൾ സെയിം ആയിട്ടുള്ള ഇൻക്രീസും ഡിക്രീസും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആ ബൈനോമിയൽ ട്രീൻ്റെ പോക്ക്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മളിതിൽ പറയുന്നത്. ഇനി ഈ 2 പീരീഡ് ബൈനോമിയൽ മോഡലിൽ എങ്ങനെയാണ് നമ്മളൊരു കോൾ ഓപ്ഷൻ്റെ അല്ലെങ്കിൽ ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഇക്വേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. പി സ്ക്വയർ സി യു സ്ക്വയർ പ്ലസ് 2p ഇൻറ്റു 1 മൈനസ് പി സി യു ഡി പ്ലസ് 1 മൈനസ് പി സ്ക്വയർ ഇൻറ്റു സി ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ഹോൾ സ്ക്വയർ. ഇത് നിങ്ങൾ ഇക്വേഷൻ പഠിച്ചാൽ മാത്രം മതി. ഇത് വെച്ചിട്ട് പ്രോബ്ലം മറ്റേത് നിങ്ങൾ ഒരു വട്ടം ഒന്ന് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചതുവരെ കണ്ടിട്ടില്ല എങ്കിലും നിങ്ങൾ ബൈനോമിയൽ മോഡലും മറ്റേ മോഡലിൽ നിന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആ പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ ഇക്വേഷൻസ് പഠിച്ചാൽ മതി. ദെൻ മൾട്ടി പീരീഡ് ബൈനോമിയൽ മോഡലിൽ കുറച്ചും കൂടെ ഇത് കൂടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഇക്വേഷൻ? അതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി.
ഓക്കെ, ഇനി ബൈനോമിയൽ ഓപ്ഷൻ മോഡലിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ബൈനോമിയൽ ഓപ്ഷൻ മോഡൽ നമ്മൾ അതിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ആസ് ഇറ്റ് ഈസ് ഏബിൾ ടു ഹാൻഡിൽ എ വെറൈറ്റി ഓഫ് കണ്ടീഷൻസ് ഫോർ വിച്ച് അതർ മോഡൽസ് കനോട്ട് ബി ഈസിലി അപ്ലൈഡ്. നമ്മൾ പിന്നെ അമേരിക്കൻ ഓപ്ഷൻസിൻ്റെ കേസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇതിന് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിലും സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻസ് ആണുള്ളത്. കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇത് തരുന്നത്. ഇത് നമ്മൾക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്തിട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അമേരിക്കൻ ഓപ്ഷൻസിൻ്റെ കേസിലാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റിസ്ക്ലെസ് ഹെഡ്ജ് ലീഡ്സ് ടു ഫൈൻഡിങ് ഔട്ട് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ബെറ്റർ മോഡലാണ് ഫോർ വാല്യൂഷൻ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷൻ, കറൻസി ഓപ്ഷൻ്റെ കേസിലൊക്കെ ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മോഡലാണ്. എന്നാൽ അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ദ ബേസിക് അസംഷൻ ദാറ്റ് ദർ ആർ ടു പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് ഇംപ്രാക്ടിക്കലാണ്, ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ളൊരു അസംഷനാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ അസംഷൻ എന്ന് പറയുന്നത് ശരിക്ക് തെറ്റാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഈ മോഡൽ റിലേറ്റീവ്ലി സ്ലോ ആണ്. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ സൊല്യൂഷൻ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് സ്കോൾ മോഡലിനേക്കാളും കൂടുതൽ കോംപ്ലക്സ് ആണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബൈനോമിയൽ ഓപ്ഷൻ മോഡലിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും.